ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ ബാങ്കിങ്ങിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. CSEB ജൂനിയർ ക്ലർക്ക് എക്സാമിന് 1075/2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാങ്കിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് CSEB ജൂനിയർ ക്ലർക്കിൻ്റെ സിലബസ് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലോയിലെ ഓരോ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ATM സ്റ്റാൻഡ്സ് ഫോർ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. പിൻ സ്റ്റാൻഡ്സ് ഫോർ. ATM എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. പിൻ എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ആൻ ഓൾട്ടർനേറ്റ് ചാനൽ ഓഫ് പേയ്മെൻറ്റ്. ഓപ്ഷൻ എ ഇൻ്റർനെറ്റ് ബാങ്കിങ്, ബി വേൾഡ് വൈഡ് വെബ്, സി മൊബൈൽ ബാങ്കിങ്, ഡി പോയിന്റ് ഓഫ് സെയിൽസ്. ഇതിൽ ഓൾട്ടർനേറ്റ് ചാനൽസ് ഓഫ് പേയ്മെൻറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വേൾഡ് വൈഡ് വെബ്. ഒരു കസ്റ്റമർക്ക് ട്രഡീഷണൽ ഫിസിക്കൽ ബാങ്ക് ബ്രാഞ്ച് വഴിയല്ലാതെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ സഹായിക്കുന്ന എല്ലാ മെത്തേഡ്സ്, എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയുമാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ചാനൽ ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കസ്റ്റമർക്ക് നേരിട്ട് ബാങ്കിൽ പോവാതെ ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കുന്ന മാർഗങ്ങൾ, അതിനെയാണ് നമ്മൾ ഈ ഓൾട്ടർനേറ്റ് ചാനൽ ഓഫ് പേയ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, പോയിന്റ് ഓഫ് സെയിൽ ഇതെല്ലാം പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ചാനലുകളാണ്. ഇൻ്റർനെറ്റ് ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഒരു ആഗോള വിവര ശൃംഖലയാണ് നമ്മുടെ ഈ വേൾഡ് വൈഡ് വെബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫങ്ഷൻ ചെയ്യുന്നതിന് വേൾഡ് വൈഡ് വെബിൻ്റെ സഹായത്തോടെയാണ്. പക്ഷെ എന്താണ്, അതൊരു പേയ്മെൻറ്റ് ചാനൽ അല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, വേൾഡ് വൈഡ് വെബ്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ക്ലിയറിംഗ്, ദ പ്രസൻറ്റിംഗ് ബാങ്ക് റിക്വയർഡ് ടു പ്രിസർവ് ദ പെയ്ഡ് ചെക്ക് ഫോർ എ പീരിയഡ് ഓഫ്. അപ്പോൾ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ക്ലിയറിംഗ് അനുസരിച്ചിട്ട് ഈ പ്രസൻറ്റിംഗ് ബാങ്ക് അവർ പേ ചെയ്ത ചെക്കുകൾ എത്ര നാളത്തേക്ക് പ്രിസർവ് ചെയ്ത് വെക്കണം, എത്ര നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 10 years ആണ്. അപ്പോൾ ഈ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ക്ലിയറിംഗ് അതിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ മറ്റൊരാൾ തന്ന ചെക്ക് നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ ബാങ്കിനെയാണ് നമ്മൾ ഈ പ്രസൻറ്റിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അക്കൗണ്ടുള്ള ഒരു ബാങ്ക്, അതാണ് പ്രസൻറ്റിംഗ് ബാങ്ക്. അപ്പോൾ ആ ബാങ്കിൽ നമ്മൾ ചെക്ക് കൊടുക്കുന്നു. ഓക്കെ, ആ ചെക്കിൻ്റെ ഡിജിറ്റൽ ഫോമാണ് ആ ചെക്ക് ഏത് ബാങ്കിൻ്റെ ആണോ ആ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതിന് ആ ബാങ്കിനെയാണ്, ആ ചെക്കിൽ പേരുള്ള ബാങ്കിനെയാണ് നമ്മൾ പേയിങ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രസൻറ്റിംഗ് ബാങ്ക് അവർക്ക് അയച്ചു കൊടുക്കുന്നത് ഈ ചെക്കിൻ്റെ ഡിജിറ്റൽ ഫോമാണ്. അപ്പോൾ ഈ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം അനുസരിച്ചിട്ട് പേപ്പർ ചെക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ പേയിങ് ബാങ്കിലേക്ക് പേപ്പർ ചെക്കിന് പകരമായിട്ട് ഈ ഡിജിറ്റൽ ഫോമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ, ഈ ചെക്കിൻ്റെ ഒറിജിനൽ എന്താണ്, ഈ പ്രസൻറ്റിംഗ് ബാങ്ക് തന്നെയാണ് അത് സൂക്ഷിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിസിക്കൽ ചെക്ക് 10 വർഷം വരെ പ്രസൻറ്റിംഗ് ബാങ്ക് സൂക്ഷിച്ചു വെക്കണം എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, UPI ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. UPI സ്റ്റാൻഡ്സ് ഫോർ. UPI എന്ന് പറയുന്നത് എന്താണെന്ന് UPIയുടെ ഫുൾ ഫോം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. UPI ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏതാണ്, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI ആണ് UPI ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ മലീഷ്യസ് സോഫ്റ്റ്വെയർ ഡിസൈൻഡ് സ്പെസിഫിക്കലി ടു ഡാമേജ് ഓർ ഡിസ്റപ്റ്റ് എ സിസ്റ്റം സച്ച് as എ വൈറസ് ഓർ എ ട്രോജൻ ഹോഴ്സ് ഈസ് കോൾഡ്.
ഒരു സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യാനോ ഡിസ്റപ്റ്റ് ചെയ്യാനോ ഡിസൈൻ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറസിനെ പോലെയും ട്രോജൻ ഹോഴ്സിനെയൊക്കെ പോലെയും ഉള്ള ആ സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, മാൽവെയർ. ഒരു ഇപ്പം നമ്മുടെ വൈറസ്, ട്രോജൻ ഹോഴ്സ്, അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഡാമേജ് അല്ലെങ്കിൽ ഡിസ്റപ്റ്റ് ചെയ്യാനോ വേണ്ടി നിർമ്മിക്കുന്ന എല്ലാത്തരം സോഫ്റ്റ്വെയറുകളെയും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് മാൽവെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വേം എന്ന് പറയുന്നതും എന്താണ്, ഒരു തരം മാൽവെയർ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് എ പേയ്മെൻറ്റ് ബാങ്ക് ഈസ്. ഒരു പേയ്മെൻറ്റ് ബാങ്കിൻ്റെ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ₹100 crore ആണ്. RBI ഗൈഡ് ലൈൻസ് പ്രകാരം പേയ്മെൻറ്റ് ബാങ്ക് ആരംഭിക്കുന്നതിന് വേണ്ട മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 കോടി രൂപയാണ്. ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI കൊണ്ടുവന്നതാണ് പേയ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കറൻ്റ്ലി അവർക്ക് 2 ലക്ഷം, ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്തുനിന്ന് 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ഈ പേയ്മെൻറ്റ് ബാങ്കുകൾ എന്ന് പറയുന്നവർ പേയ്മെൻറ്റ്, റെമിറ്റൻസ് സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എന്താണ്, മണി ലെൻഡ് ചെയ്യാൻ പറ്റില്ല. ക്യാഷ് കടം കൊടുക്കാനോ അങ്ങനെ മണി ലെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണ്, ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കടം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈം പീരിയഡ് ഡ്യൂറിങ് വിച്ച് ദ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് ടു ബി കെപ്റ്റ് ബൈ ബാങ്ക്സ് അണ്ടർ KYC ഡയറക്ടറേറ്റീവ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 5 years ആണ്. അതായത് KYC ഡയറക്റ്റീവ്സും എല്ലാം പ്രകാരം ഒരു ട്രാൻസാക്ഷൻ്റെ റെക്കോർഡ് എത്ര നാൾ വരെ സൂക്ഷിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 വർഷമാണ്. ഓക്കെ, ഈ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, പിന്നെ RBIയുടെ KYC ഗൈഡ് ലൈൻസ്, ഇതെല്ലാം പ്രകാരം എല്ലാ ട്രാൻസാക്ഷൻ്റെയും റെക്കോർഡ് മിനിമം 5 വർഷം വരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റെഗുലേറ്റഡ് ബൈ. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ്, RBI. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് ഓൺലി ബൈ ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്. ഓപ്ഷൻ എ, ഓൺലി person who came under BPL category. B, any person living in a rural area. C, any person can open. D, answer A or B. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, എനി പേഴ്സൺ ക്യാൻ ഓപ്പൺ. ഒരു BSBD അക്കൗണ്ട്, ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്താണ്, ഏതൊരാൾക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, what is the time limit for approaching a banking ombudsman for redressal of grievance by a customer? Answer option C ആണ്, within 1 year of rejection of the complaint by the banker. ചോദിച്ചിരിക്കുന്നത്, ഇപ്പം എന്തെങ്കിലും പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് ഒരു കസ്റ്റമർക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്രോച്ച് ചെയ്യാനുള്ള ടൈം ലിമിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, കംപ്ലൈൻറ്റ് റിജക്റ്റ്, ബാങ്കർ ആ കംപ്ലൈൻറ്റ് റിജക്റ്റ് ചെയ്ത് വിത്തിൻ 1 yearനുള്ളിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് വിത്തിൻ 1 month ബാങ്കിൽ നിന്നും റിപ്ലൈ ഒന്നും വന്നില്ലെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാൻ പറ്റും. ഓക്കെ, കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ബാങ്ക് അത് റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ റിപ്ലൈ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലോ നമുക്ക് ഈ റിപ്ലൈ കിട്ടി വിത്തിൻ 1 yearൽ എന്താണ്, ബാങ്കിങ് ഓംബുഡ്സ്മാന് കംപ്ലൈൻറ്റ് കൊടുക്കാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ബാങ്ക് ആ കംപ്ലൈൻറ്റ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വിത്തിൻ 1 yearൽ ഓംബുഡ്സ്മാന് കംപ്ലൈൻറ്റ് കൊടുക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ, ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് അണ്ടർ ആൻ എൻറ്റിറ്റി ഫോംഡ് ആസ് ട്രസ്റ്റീസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നോട്ട് പോസിബിൾ. ട്രസ്റ്റായി രൂപീകരിച്ച എൻറ്റിറ്റിക്ക് ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത് സാധ്യമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കേഴ്സ് ലീൻ ഈസ് കോൾഡ് ഇംപ്ലൈഡ് പ്ലഡ്ജ് ബിക്കോസ്. ബാങ്കേഴ്സ് ലീനിനെ എന്തുകൊണ്ടാണ് ഇംപ്ലൈഡ് പ്ലഡ്ജ് എന്ന് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദ ബാങ്കർ ഹാസ് എ റൈറ്റ് ടു സെൽ ദ സെക്യൂരിറ്റി. ബാങ്കറിന് ആ സെക്യൂരിറ്റി സെല്ല് ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട്. ഓക്കെ, അത് കാരണമാണ് ഇംപ്ലൈഡ് പ്ലഡ്ജ് എന്ന് വിളിക്കുന്നത്. ഈ ഓർഡിനറി, ഇത് ബാങ്കേഴ്സ് ലീനിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓർഡിനറി ലീനിൽ നമ്മളൊരു കടം, അതായത് ഒരു ഡെപ്റ്റ് തിരികെ കിട്ടുന്നത് വരെ ആ കസ്റ്റമറുടെ, അതായത് ആ ഡെപ്റ്ററുടെ പ്രോപ്പർട്ടി കൈവശം വയ്ക്കാൻ മാത്രമേ ഈ കടം കൊടുത്തയാൾക്ക്, അതായത് ആ ക്രെഡിറ്റർക്ക് അവകാശമുള്ളൂ. അത് സെല്ല് ചെയ്യാൻ പറ്റില്ല ആ ക്രെഡിറ്റർക്ക്. അതായത് ഈ ഡെപ്റ്ററുടെ വസ്തു കൈവശം വയ്ക്കാനുള്ള അവകാശമേ ഉള്ളൂ. ക്രെഡിറ്റർക്ക് ഒരിക്കലും അത് വിൽക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ബാങ്കേഴ്സ് ലീനിൽ വരുമ്പോൾ ബാങ്കർക്ക് അത് തടഞ്ഞു വയ്ക്കാൻ മാത്രമല്ല, അത് റീറ്റെയിൻ ചെയ്യാനുള്ള അധികാരം മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ ഡെപ്റ്റർ കടം അടച്ചു തീർത്തിട്ടില്ല എങ്കിൽ അയാൾക്കൊരു നോട്ടീസ് കൊടുത്ത ശേഷം ആ സെക്യൂരിറ്റി ആയിട്ടുള്ള ആ വസ്തു സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും, വിൽക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ബാങ്കേഴ്സ് ലീനിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് കാരണം ബാങ്കേഴ്സ് ലീനിനെ നമ്മൾ ഇംപ്ലൈഡ് പ്ലഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ കസ്റ്റമർ ഡെപ്പോസിറ്റ്സ് സം മണി ഇൻ ഹിസ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് വിത്ത് ദ ബാങ്ക് ബട്ട് ഫോർഗെറ്റ്സ് ടു പ്രൊവൈഡ് കംപ്ലീറ്റ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ദ അക്കൗണ്ട്. The bank credits the fund in sundry's account. The relationship between the bank and the customer in this case is. അതായത് ഒരു കസ്റ്റമർ ബാങ്കിൽ അയാളുടെ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് കുറച്ച് പണം ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ അക്കൗണ്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അദ്ദേഹം നൽകിയില്ല. ബാങ്ക് അപ്പോൾ ഈ എമൗണ്ട് താൽക്കാലികമായിട്ട് സൺട്രീസ് അക്കൗണ്ടിലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രസ്റ്റി ബെനഫിഷ്യറി റിലേഷൻഷിപ്പാണ്. ഓപ്ഷൻ ഡി, ട്രസ്റ്റി ആൻഡ് ബെനഫിഷ്യറി. അടുത്ത ക്വസ്റ്റ്യൻ, എ ബാങ്ക് ഹാസ് അക്വയർഡ് ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഡിസ്പോസ് ഇറ്റ് ഓഫ് വിത്തിൻ 7 years as per law. What remedy is available to the bank? 7 വർഷത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബാങ്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു റെമഡി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇറ്റ് ക്യാൻ സീക്ക് RBI പെർമിഷൻ വിച്ച് ഹാസ് അതോറിറ്റി ടു എക്സ്റ്റെൻഡ് ഇറ്റ് ബൈ 5 years. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി? ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കാര്യത്തിൽ കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ് എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള ഒരു കാര്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ക്യാൻ ബിക്കം എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം. നിയമപ്രകാരം ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഒരു ലീഗൽ പേഴ്സണോ അല്ലെങ്കിൽ ഒരു ലീഗൽ എൻറ്റിറ്റിയോ അല്ല. അവർക്ക് ഒരു ഫേമോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ ആയിട്ട് പാർട്ട്ണർഷിപ്പിലാകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് നോട്ട് കറക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് അല്ലാത്തത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. വേറെ എല്ലാം ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കാര്യത്തിൽ ശരിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ മാൻഡേറ്റ് ഗിവൺ ബൈ എ കസ്റ്റമർ? ഒരു കസ്റ്റമർ നൽകാനുള്ള മാൻഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ്, തെറ്റായിട്ടുള്ളത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇഫ് മാൻഡേറ്റ് ഈസ് ഇൻ ഓപ്പറേഷൻ എ പവർ ഓഫ് അറ്റോർണി ഈസ് ഗിവൺ ബൈ ദ കസ്റ്റമർ
in favor of another person, the mandate cease to operate. അതായത് ഒരു മാൻഡേറ്റ് നിലവിലിരിക്കുമ്പോൾ കസ്റ്റമർക്ക് മറ്റൊരാൾക്ക് പവർ ഓഫ് അറ്റോർണി നൽകിയാൽ നിലവിലുള്ള മാൻഡേറ്റ് റദ്ദാകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അത് ശരിയല്ല, അത് നോട്ട് കറക്റ്റാണ്. ഈ മാൻഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ഹോൾഡർ തനിക്ക് പകരം ആ അക്കൗണ്ട് കൈകാര്യം ചെയ്യാനായിട്ട് മറ്റൊരാൾക്ക് നൽകുന്ന, മറ്റൊരു വ്യക്തിയെ നിയമിച്ചുകൊണ്ട് ഏർപ്പെടുത്തിക്കൊണ്ട് നൽകുന്ന ഓതറൈസേഷൻ ലെറ്ററാണ് മാൻഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാൻഡേറ്റും പവർ ഓഫ് അറ്റോർണിയും എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അക്കൗണ്ട് ഹോൾഡർക്ക് പവർ ഓഫ് അറ്റോർണി, അക്കൗണ്ട് ഹോൾഡർ ഒരാൾക്ക് പവർ ഓഫ് അറ്റോർണി നൽകിയെന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട് മാത്രം മാൻഡേറ്റ് ഓട്ടോമാറ്റിക്കലി റദ്ദാവില്ല. മാൻഡേറ്റ് റദ്ദാവണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഹോൾഡർ ബാങ്കിന് വ്യക്തമായിട്ടൊരു ലെറ്റർ നൽകിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാണ്. മാൻഡേറ്റ് ക്യാൻ ബി ഗിവൺ ദ കസ്റ്റമർ എനി ടൈം, ഏത് സമയത്ത് വേണമെങ്കിലും മാൻഡേറ്റ് കൊടുക്കാൻ പറ്റും. മാൻഡേറ്റ് ക്യാൻ ബി വിഡ്രോൺ ബൈ ദ കസ്റ്റമർ എനി ടൈം, കസ്റ്റമർക്ക് എപ്പോൾ വേണമെങ്കിലും ആ മാൻഡേറ്റ് വിഡ്രോൺ ചെയ്യാനും പറ്റും. എ കസ്റ്റമർ ക്യാൻ ഗീവ് മോർ ദാൻ വൺ മാൻഡേറ്റ് അറ്റ് എ ടൈം ആൻഡ് ഓൾ റിമൈൻ ഓപ്പറേറ്റ്, ഒന്നിൽ കൂടുതലധികം മാൻഡേറ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതെല്ലാം പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ഹാവ് എ ജോയിൻറ്റ് അക്കൗണ്ട് വിത്ത് എയ്തർ ആൻഡ് സർവൈവർ ഇൻസ്ട്രക്ഷൻസ്. They nominate a minor M in the account and authorize Z to obtain payment on behalf of the minor nominee. B expired. The payment will be made to. അതായത് എയും ബിയും കൂടെ ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങുകയാണ്. എയ്തർ ആൻഡ് സർവൈവർ ഇൻസ്ട്രക്ഷൻസിലാണ് അത് തുടങ്ങുന്നത്. അതിലേക്ക് മൈനറായിട്ടുള്ള എമ്മിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇസഡിന് മൈനർക്ക് വേണ്ടി പണം വാങ്ങുന്നതിനായിട്ട് ഓതറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥയിൽ ബി എക്സ്പയർ ആവുകയാണ്, ബി മരിച്ചു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പേയ്മെൻറ്റ് പിന്നെ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ എയ്തർ ഓർ സർവൈവർ അക്കൗണ്ടിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിലെ മുഴുവൻ തുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് മാത്രമായിരിക്കും. ഇപ്പോൾ അക്കൗണ്ട് ഹോൾഡർ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നോമിനേഷൻസും ഓതറൈസേഷനും എല്ലാം എന്താണ്, എല്ലാം റദ്ദാകും. അതുകാരണം ഈ നോമിനിക്കോ അല്ലെങ്കിൽ നമ്മളിവിടെ നോമിനിക്ക് വേണ്ടി നിയമിച്ച ഇസഡിനോ ആ തുകയിൽ, ബിയുടെ തുകയിൽ, മരിച്ചുപോയ ഈ ബിയുടെ തുകയിൽ യാതൊരു തരത്തിലുള്ള അവകാശവും ഉണ്ടായിരിക്കില്ല. ബി മരിച്ചു കഴിഞ്ഞത് കാരണം എന്താണ്, അതിലുള്ള എല്ലാത്തിനുള്ള അവകാശവും എക്ക് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൺലി എ. ആ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം മുഴുവൻ ആർക്കായിരിക്കും, എക്കായിരിക്കും കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു അഡ്രസ് ടു ദ ഗ്രീവൻസ് ഓഫ് വേരിയസ് കസ്റ്റമേഴ്സ്. ദിസ് മെക്കാനിസം ഓപ്പറേറ്റ്സ് ഫ്രം. ആൻസർ ഓപ്ഷൻ എ ആണ്, സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവല്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്ത കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ പരാതികൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് രൂപീകരിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്, സെൻട്രലിലും സ്റ്റേറ്റിലും ഡിസ്ട്രിക്ട് ലെവലും, അങ്ങനെ 3 ലെവലിലായിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ പർപ്പസ് ഓഫ് ചേഞ്ച് ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻ അഡ്വാൻസസ് ഫ്രം സ്റ്റാൻഡേർഡ് to substandard category due to non-payment of the loan in case of crop-based agriculture advances, which of the following is taken? അതായത് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചറൽ അഡ്വാൻസസിൽ ലോൺ തിരിച്ചടയ്ക്കാത്തത് മൂലം അഗ്രികൾച്ചറൽ ലോണിന് സ്റ്റാൻഡേർഡ് കാറ്റഗറിയിൽ നിന്നും സബ്സ്റ്റാൻഡേർഡ് കാറ്റഗറിയിലേക്ക് മാറ്റുന്നതിന് ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നവയിൽ ഏതായിരിക്കും എടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡിൽ നിന്ന് സബ്സ്റ്റാൻഡേർഡിലേക്ക് മാറ്റുന്നതിന് ഇതിൽ ഏത് കാര്യത്തിൽ വന്നാലാണ് അങ്ങനെ മാറ്റുക? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലോൺ ഈസ് ഓവർ ഡ്യൂ ഫോർ 2 crop seasons for short duration crops and 1 crop season for long duration crop. അതായത് ഈ ലോൺ ഓവർ ഡ്യൂ ആകുന്നത് ഷോർട്ട് ഡ്യൂറേഷനുള്ള ക്രോപ്സിന് 2 ക്രോപ്പ് സീസണിലും ലോങ് ഡ്യൂറേഷൻ ക്രോപ്സിന് 1 ക്രോപ്പ് സീസണിലും ഓവർ ഡ്യൂ വന്നിട്ടുണ്ട് എങ്കിലാണ് ഇങ്ങനെ
എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡിൽ നിന്നും സബ് സ്റ്റാൻഡേർഡ് കാറ്റഗറിയിലേക്ക് മാറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു ഫോം എ ഫാമേഴ്സ് ക്ലബ് ഈസ്. ഒരു ഫാമേഴ്സ് ക്ലബ്ബ് രൂപീകരിക്കാൻ മിനിമം എത്ര മെമ്പേഴ്സ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് 10. 10 മെമ്പേഴ്സാണ് ഒരു ഫാമേഴ്സ് ക്ലബ്ബ് രൂപീകരിക്കാനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 1075/2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാമിന് ബാങ്കിങ്ങിൻ്റെ ഭാഗത്തു നിന്നും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്